ഹായ്, ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ചെറുതായി അരിഞ്ഞ മാങ്ങയിലോട്ട് കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോവരുത്. എന്നിട്ട് ഒരു 4 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടുകും നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നാൽ മാത്രം മതി, നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട കാര്യമില്ല. ഇനി ഇത് 4 പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് നമ്മൾ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങയാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും വെളുത്തുള്ളിയും വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും ഉലുവയും കടുകും വറുത്തതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. 1 സ്പൂൺ ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരല്പം കായപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവുള്ളതും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മസാലകളൊക്കെ വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ബോട്ടിലാക്കി സൂക്ഷിക്കാം.